ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാതി ഉയർന്ന മണ്ഡലങ്ങളിൽ ഇന്ന് റീപോളിംഗ്. 15 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക. ഇവിഎം കൃത്രിമം ആരോപിക്കപ്പെട്ട ഇടങ്ങളിലാണ് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നത്. ഫാൽറ്റയിലെ 32 ബൂത്തുകൾ സംബന്ധിച്ച പരാതി കമ്മീഷൻ പരിശോധിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരുടെ നിയമനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ഒപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ എന്നിവരാണ് ചേരുന്നത്. ശ്രീനാഥിലേക്കാണ് ആദ്യം. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ്, ഈ റീപോളിംഗ് നടക്കാൻ പോകുന്നു. ഈ മറ്റിടങ്ങളിലെ പരാതിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അതായിട്ടുണ്ടോ ശ്രീനാഥ്? ഉന്മേഷ്, ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ അതിൽ തന്നെ ആദ്യത്തെ റീപോളിംഗ് ആണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ബംഗാളിൽ ഒന്നാം ഘട്ടത്തിൽ 93% പോളിംഗ് വന്നെങ്കിലും ഒരിടത്തും റീപോളിംഗ് വേണ്ടി വന്നില്ല. പക്ഷേ രണ്ടാം ഘട്ടമായപ്പോഴേക്കും ചിത്രം മാറി. പരാതി പ്രളയമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിൽ നടന്നത്. അതിൽ തന്നെ സൗത്ത് 24 പർഗാനസിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിട്ടുള്ളത്. ഏതാണ്ട് 80-ലേറെ പരാതികളെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് കമ്മീഷൻ പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് 22 എണ്ണം ഞങ്ങൾക്ക് പ്രാഥമികമായി ശരിയെന്ന് തോന്നുന്നുണ്ട് എന്ന് വരെ പറഞ്ഞു വെച്ചാണ്. പക്ഷേ 15 ഇപ്പോൾ ഈ റീപോളിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് രണ്ടും ഈ സൗത്ത് 24 പർഗാനസിൽ തന്നെയാണ്. ഡയമണ്ട് ഹാർബർ മണ്ഡലം, ഒപ്പം തന്നെ പശ്ചിം മഗ്രഹാത്ത് എന്നീ മണ്ഡലങ്ങളിലാണ്. അതിൽ മഗ്രഹാത്തിൽ 11 ബൂത്തുകളുണ്ട്. ഡയമണ്ട് ഹാർബറിൽ ശേഷിക്കുന്ന 4 ബൂത്തുകൾ, അങ്ങനെ 15 ബൂത്തുകളാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. പാർട്ടിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ അത് സ്റ്റിക്കർ വെച്ച് മറച്ചു എന്നതാണ് പ്രധാനമായി വരുന്ന കൂടുതൽ പരാതികൾ. അതല്ലാതെയും ചില പരാതികൾ വരുന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതം പരാതി എത്തി. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഈ 15 തീരുമാനമായിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റിടങ്ങളിൽ കൂടി അത്തരമൊരു തീരുമാനം വരികയാണെങ്കിൽ റീപോളിംഗ് ഇനി വേണ്ടി വന്നേക്കും. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ 15 മാത്രം മതി എന്നുള്ള നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും ഒരു റീപോളിംഗ് നമുക്ക് ബംഗാളിൽ കാണേണ്ടി വരും. അത് ബംഗാളിൽ പലപ്പോഴും റീപോളിംഗ് പതിവാണ്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ ഇത്രയധികം പോളിംഗ് വന്നിട്ടും അത് ഉണ്ടായില്ല എന്നതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ ആവർത്തനം ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. പരാതികൾ ഉണ്ടായി. അതിലാണ് ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. അല്പസമയത്തിനകം ഇപ്പോൾ 7 മണിയോടെ റീപോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് റീപോളിംഗ് നടക്കുന്നത്. രണ്ടിടങ്ങളിലും ഈ 2 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിജയിച്ചു വരുന്നത്. അതിൽ ഡയമണ്ട് ഹാർബറിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നതാണ്. മഗ്രഹാത്തിലും വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ മഗ്രഹാത്തിൽ ഒരുപക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ BJPക്ക് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലയളവിൽ. അതുകൊണ്ട് ആ തരത്തിൽ കൂടി ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരിടത്താണ് ഈ റീപോളിംഗ് നടക്കുന്നത്. ക്രമസമാധാന പ്രശ്നമൊക്കെ മുന്നിൽ കൂട്ടി കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഈ സംഘർഷ സാഹചര്യം. പലയിടത്തും പോലീസിന്റെ ലാത്തി വീശേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇത്തവണ കേന്ദ്രസേനയുടെ ഒരു വലിയ സന്നാഹം ഈ ബൂത്തുകൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ ഏതായാലും ഉണ്ടാകും. ഉന്മേഷ്, ശരി. അർജുൻ പീതാംബരൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ റീപോളിംഗ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് തൃണമൂലിന്റെ ഒരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അമൃത, ഒരു പ്രത്യേക സിറ്റിംഗിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഹർജി ഇന്നെന്തായാലും സുപ്രീം കോടതിയുടെ PV നരസിംഹ, അതുപോലെ തന്നെ ജോയ്മാല ബഗ്ചി ഇവരുടെ ബെഞ്ച് കേൾക്കാൻ പോകുന്നത്. അത് തന്നെ കൽക്കത്ത ഹൈക്കോടതിയിൽ നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് തള്ളി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തൃണമൂൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായിട്ടും അസിസ്റ്റന്റുമാരായിട്ടും നിയമിക്കുന്നതിനെതിരെയാണ്. അവിടെ ക്രമക്കേടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിൽ കേരളവും അസമും തമിഴ്നാടും പുതുച്ചേരിയിലും ഈ ഒരു നിബന്ധന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അതിൽ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു ഹർജി കൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് അവർ വ്യക്തമാക്കിയത് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ CCTV ക്യാമറകൾക്ക് മുന്നിലാണ് നടക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാർക്ക് കൂടി ഈ പറയുന്ന കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ക്രമക്കേട് ആരോപിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശമാണ്, അവരുടെ അധികാരമാണ് അത്തരത്തിൽ ആരെ നിയമിക്കണം, ഏത് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന്. അതുകൊണ്ട് കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയായിരുന്നു അന്ന് കൽക്കത്ത ഹൈക്കോടതി ഈ ഒരു ഹർജി തള്ളിയത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത് എന്തുകൊണ്ട് ബംഗാളിൽ മാത്രം ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമൊക്കെയാണ് ഇപ്പോൾ എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ വാദങ്ങൾ വരുന്ന സമയത്തും അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരു അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ നിന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ, അമൃത. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.